18-30 വയസ്സിലാണോ നിങ്ങളുടെ പ്രായം? എന്നാൽ ബോൺ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ബോൺ മാസ് 90% വരെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. വൂൾസ് ലോ അനുസരിച്ച് ഒരു ഹെൽത്തി ബോൺ ആണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെസ്സ് കൊടുത്താൽ ബോൺ സ്ട്രോങ്ങർ ആവും. ആ ലോഡ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജ്വലി ആ ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. റണ്ണിങ്, ഫുട്ബോൾ, ബാസ്ക്കറ്റ്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ടെന്നീസ് ഇതെല്ലാം ലോഡിങ് എക്സസൈസാണ്. ഈ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോൺ മാസ് കൂടും. ജിം വർക്കൗട്ടിലാണെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ്, വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസുകൾ ബോൺ സ്ട്രെങ്ത്ത് നല്ലപോലെ കൂട്ടും. നേരെ മറിച്ച് സൈക്ലിംഗ്, സ്വിമ്മിങ് ഇങ്ങനെയുള്ള എക്സസൈസുകളിൽ ബോൺ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. കാരണം അത് ബോൺ റിലീവിങ് എക്സസൈസാണ്. അപ്പോൾ ഒരു 30 വയസ്സ് ആകുമ്പോഴേക്കും നമ്മുടെ പീക്ക് ബോൺ മാസ്, അതായത് ബോൺ മാസ് നമുക്ക് മാക്സിമം എത്തിക്കാവുന്നത് ഈ 25-30 ഏജ് ഗ്രൂപ്പിലാണ്. അതിനുശേഷം നമ്മൾ എത്ര ലോഡിങ് എക്സസൈസ് ചെയ്താലും നമ്മുടെ ബോൺ മാസ് കൂടാൻ പോകുന്നില്ല. അതിനാണ് പീക്ക് ബോൺ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് ലോഡിങ് എക്സസൈസാണ് ഈ ഏജ് ഗ്രൂപ്പിൽ ചെയ്യേണ്ടത്. ഒരു പരിധി വരെ നമുക്ക് അത് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കും, പക്ഷേ ഒരു ഡിക്ലൈൻ ഉറപ്പാണ്. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർ അഗ്രസീവ് ലോഡിങ് എക്സസൈസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.